അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നാരോപിച്ച് സൈബർ പോലീസ് തിരുവനന്തപുരം ACJM കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ അതിജീവിതയെ വ്യാജ അതിജീവിതയെന്ന് പറഞ്ഞു. ഇത് അതിജീവിതയിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നാണ് അപേക്ഷയിലുള്ളത്. അപേക്ഷ കോടതി മറ്റന്നാൾ പരിഗണിക്കും. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ കർശനമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയല്ലേ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയത്? എന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞത് അത് തന്നെ വീണ്ടും ചെയ്തിരിക്കുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണോ ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായിട്ടും, അതായത് കർശനമായ ജാമ്യോപാധികളായിരുന്നു നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് 16 ദിവസങ്ങൾക്ക് ശേഷമാണ് ജയിലിൽ കിടന്ന രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചതും. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തുകയുണ്ടായി. അതിജീവിത തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് ഇപ്പോൾ ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ജാമ്യ ഉത്തരവിലെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തുടർന്നും പ്രതിയുടെ ഫേസ്ബുക്കിലൂടെ അതിജീവിതക്കെതിരെ വ്യാജ അതിജീവിത എന്ന് പറയുകയും പിന്നീട് ഒരു കേസിലെ അതിജീവിതയെ അതേ കേസിലെ ഒരു പ്രതി തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇത് അതിജീവിതയെ പൊതുസമൂഹത്തിലും കുടുംബത്തിലും അപമാനത്തിനും അവഹേളനത്തിനും വിധേയമാക്കുന്നുണ്ട്. ഇത്തരം അവഹേളനം അതിജീവിതയെ മാനസിക സമ്മർദ്ദവും ഭയവും സൃഷ്ടിക്കുവാൻ ഇടയാക്കുകയും അതുവഴി അതിജീവിതയെ ഒരു തരത്തിൽ ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ വരെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് പോലീസിന്റെ സൈബർ പോലീസിന്റെ ഈ അപേക്ഷയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിൽ നിന്ന് അതിജീവിതയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് കൂടി സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള അപേക്ഷയാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ ഇതിൽ ഹാജരാകാൻ വേണ്ടി രാഹുൽ ഈശ്വറിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ആവശ്യം. അന്ന് ഈ രാഹുൽ ഈശ്വറിന് പറയാനുള്ളതും ഒപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷകന് പറയാനുള്ളത് കൂടി കോടതി കേട്ട ശേഷമായിരിക്കും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുക. അങ്ങനെ ജാമ്യം റദ്ദാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുകൊണ്ടുള്ള സിറ്റി സൈബർ പോലീസിന്റെ നീക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും മറ്റന്നാൾ കോടതി കേസ് പരിഗണിക്കും. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.